I'm moving from London. സോ എൻ്റെ തമ്മിലും ഡിസ്ക്രിപ്ഷനും കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ എന്താ പറയാൻ പോകുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ലണ്ടൻ ഒൻറ്റാറിയോയിലാണ്. ഒൻറ്റാറിയോ പ്രൊവിൻസിലാണ്. ഒൻറ്റാറിയോ പ്രൊവിൻസിൽ നിന്ന് ഞാൻ ആൽബർട്ട പ്രൊവിൻസിലോട്ട് മൂവ് ചെയ്യാണ്. ക്ലോസ് ഫ്രണ്ട്സ് ഒന്ന് രണ്ട് പേരുടെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ ഐ തോട്ട് ഐ ഹാവ് ടു റെക്കോർഡ് എ വീഡിയോ ആൻഡ് ലെറ്റ് എവറി വൺ നോ ദാറ്റ് ഐ ആം മൂവിങ്. ഇത് ഭയങ്കര ഒരു റാൻഡം ഡിസിഷൻ ആയിരുന്നു കേട്ടോ. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും ആയിട്ട് ഭയങ്കര റാൻഡം ആയിട്ടൊരു കോൺവെർസേഷനിൽ ഭയങ്കര റാൻഡം ആയിട്ട് വന്ന ഒരു ടോപ്പിക്കാണ് വൈ നോട്ട് മൂവിങ് ടു ആൽബർട്ട എന്നുള്ളത്. എനിക്കൊരു ജോബ് ഓഫർ, ഒരു ജോലിയുടെ ഒരു ഓഫർ ഉണ്ടായിരുന്നു ഓൾറെഡി. അത് ഞാൻ അങ്ങനെ എനിക്ക് ഇവിടെ ഓൾറെഡി ഒരു ജോലി ഉള്ളതുകൊണ്ട് പിന്നെ നമ്മൾ അതിനെപ്പറ്റി അങ്ങനെ ആലോചിക്കുന്നില്ലല്ലോ. പിന്നെ ഇങ്ങനൊരു ടോപ്പിക് ഓഫ് ഡിസ്കഷൻ വന്നപ്പോൾ എന്തുകൊണ്ട് നോക്കിക്കൂടാന്ന് ആലോചിച്ച് പെട്ടെന്ന് ഐ ഡിഡ് മൈ റിസർച്ച്. അന്ന് ഈ കോൺവെർസേഷൻ നടന്ന അന്ന് ഒരു 50% ഉറപ്പിച്ചു ദാറ്റ് ഐ എം ഗോയിങ്. അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ദിവസം എനിക്ക് ഒരു ദിവസം ഗ്യാപ്പ് കൊടുത്തു ആൻഡ് ഐ ഡിഡ് മൈ റിസർച്ച് ആൻഡ് എവറിത്തിങ്. എനിക്ക് അത്യാവശ്യം കാര്യങ്ങൾ അറിയണമായിരുന്നു. നമ്മളിപ്പം ചാടിക്കേറി നമുക്ക് അങ്ങനെ പോകാൻ പറ്റത്തില്ലല്ലോ. അവിടുത്തെ PR പ്രോസസ്സ് എങ്ങനെയാണ്, പെർമനന്റ് റെസിഡൻസി പ്രോസസ്സ് അതെങ്ങനെയാണ്, ഇവിടെ നിന്നുള്ള ട്രാൻസിഷൻ എങ്ങനെയായിരിക്കും, അവിടെ ചെന്നിട്ടുള്ള അക്കോമഡേഷൻ, ഇത് അങ്ങനെ കുറേ കാര്യങ്ങൾ എനിക്ക് സോർട്ട് ഔട്ട് ചെയ്യാനുണ്ടായിരുന്നു. അപ്പം അതെല്ലാം ഒരു ദിവസം കൊണ്ട് അത്യാവശ്യം ഒന്ന് റിസർച്ചും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ദിവസമായപ്പോൾ ഞാൻ ടിക്കറ്റ് എടുത്തു. ഇറ്റ് വാസ് സോ ക്വിക്ക്. കുറച്ച് ഈ 2-3 ദിവസം എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ ലൈഫിൽ എന്തൊക്കെയോ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു തോന്നൽ എനിക്ക് തന്നെ ഉണ്ടായി. എവറിത്തിങ് വാസ് ഹാപ്പനിങ് സോ ഫാസ്റ്റ്. ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഓരോ കാരണങ്ങൾ ഉണ്ടാക്കാൻ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും കിട്ടുന്നില്ല. ഓഫ് കോഴ്സ് ഫ്രണ്ട്സ്, റിലേഷൻഷിപ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഒൻറ്റാരിയോയിൽ. പക്ഷെ നമുക്ക് നമ്മുടെ കാര്യം നോക്കിയേ പറ്റുള്ളൂ അല്ലേ. സോ മെയിൻലി PR-ന്റെ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ പോകുന്നത്. ഇവിടെ പ്രോസസ്സ് ഭയങ്കര സ്ലോ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എനിക്ക് എൻ്റെ പെർമിറ്റിൽ ബാക്കിയുള്ള 1.5 വർഷം ഏതായാലും നല്ലപോലെ ട്രൈ ചെയ്തേ പറ്റൂ. സമയം വേസ്റ്റ് ചെയ്യാണ്ട് എത്രയും പെട്ടെന്ന് വി ഹാവ് ടു മേക്ക് എ മൂവ്. എന്നാലേ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ എത്തൂ. എന്നാലേ നമുക്ക് ഈ പെർമനന്റ് റെസിഡൻസി എന്നുള്ള ആ ഒരു ഡ്രീമിലോട്ട് എത്തിച്ചേരാൻ പറ്റൂ. അത് കഴിഞ്ഞിട്ട് സിറ്റിസൺഷിപ്പ് എന്നുള്ള ഡ്രീമിലോട്ട് എത്തിച്ചേരാൻ പറ്റൂ. സോ ടെൻഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒബ്വിയസ്ലി ചെറിയൊരു ടെൻഷനുണ്ട്. കാനഡയിലോട്ട് വന്ന സമയത്ത് ആദ്യം ഉണ്ടായിരുന്ന അത്രയും ടെൻഷൻ ഇല്ലാന്നുണ്ടെങ്കിലും അതുപോലത്തെ തന്നെ ഒരു മാനസികാവസ്ഥയാണിപ്പോൾ. നമുക്കങ്ങനെ പരിചയമുള്ള ഒത്തിരി പേരൊന്നുമില്ല. റിലേറ്റീവ്സ് ഉണ്ടോ 1-2 പേര്, ഫ്രണ്ട്സും ഉണ്ടോ 1-2 പേര്. ഞാൻ അവരുടെ അടുത്തോട്ട് തന്നെയാണ് പോകുന്നത്. ബട്ട് സ്റ്റിൽ ഇവിടെ ഉണ്ടായിരുന്ന ആ ഒരു അറ്റ്മോസ്ഫിയർ അല്ല. ലണ്ടൻ ഇസ് മൈ കംഫർട്ട് സോൺ ടു ബി ഓണസ്റ്റ് വിത്ത് യു. എനിക്ക് ഇവിടുന്ന് എങ്ങോട്ടും മൂവ് ചെയ്യുന്നതിനോട് ഒട്ടും താല്പര്യമില്ല. ഭയങ്കരമായിട്ട് യൂസ് ടു ആയി ലണ്ടനായിട്ട്. സോ അതങ്ങനെ ആലോചിക്കുമ്പോൾ ഒരിച്ചിരി പാടുണ്ട്. പിന്നെ ഞാൻ ഈ വാങ്ങിച്ചു കൂട്ടിയ സാധനങ്ങളെല്ലാം എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് വേണം പോവാൻ. എനിക്ക് എൻ്റെ വണ്ടി ഇപ്പോൾ കൊണ്ടുപോകാനുള്ള നിർവാഹമില്ല. ഓബ്വിയസ്ലി വണ്ടി ഓടിച്ചു പോകുന്നതിന് എനിക്കൊരു പ്രശ്നമില്ല കേട്ടോ. ലണ്ടൻ ടു ആൽബർട്ട ഐ ഗെസ് 1 day and 3 hours or 6 hours or 8 hours സംതിങ് ലൈക്ക് ദാറ്റ്. അങ്ങനെ എന്തോ ആണ്. ഒരു ദിവസം പ്ലസ് 8 മണിക്കൂറും കൂടി അങ്ങനെ എന്തോ ആണ് ഡ്രൈവിംഗ് ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. എനിക്ക് ഡ്രൈവ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഐ ഡോണ്ട് തിങ്ക് ഐ ഹാവ് ടോൾഡ് യു ഗൈസ് ബിഫോർ. ബട്ട് എൻ്റെ ഒരു ഡ്രീമായിരുന്നു ലണ്ടൻ ടു ആൽബർട്ട സോളോ ട്രിപ്പ്, സോളോ ഡ്രൈവ് പോവാന്നുള്ളത്. എൻ്റെ ഭയങ്കര ഒരു ഡ്രീമായിരുന്നു കേട്ടോ ഒരു സമയത്ത്. അപ്പോൾ ഇപ്പോൾ എനിക്ക് അതെല്ലാം വണ്ടി കൊണ്ടുപോകാൻ പറ്റത്തില്ല. കാര്യം 2-3 മാസം കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് പരിപാടികളുണ്ട്. ദാറ്റ് റിക്വയർസ് മോർ ഓഫ് മൈ ഫിനാൻഷ്യൽ അറ്റൻഷൻ. സോ ഇപ്പോൾ ഞാൻ വണ്ടി കൊണ്ടുപോകുന്നത് അത്ര സേഫ് അല്ല എന്ന് എനിക്ക് തോന്നി. ഡ്യൂ ടു സം പേഴ്സണൽ റീസൺസ്. അത് ഞാൻ ഡൗൺ ദ ലൈൻ എപ്പോഴേലും പറയാം. ഐ ഡോണ്ട് വാണ്ട് ടു ഓപ്പൺ അപ്പ് അബൌട്ട് എവറിത്തിങ് അറ്റ് ദ മൊമെന്റ്. ഞാൻ അവിടുത്തെ കാര്യങ്ങളൊക്കെ പോയി അന്വേഷിച്ച് ഇൻഷുറൻസും കാര്യങ്ങളും ഒക്കെ നോക്കി അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് തീരുമാനിക്കാൻ ഞാൻ വണ്ടി വെച്ചിട്ട് എന്ത് ചെയ്യണം എന്നുള്ളത്.
അതും എല്ലാം നമ്മൾ പതുക്കെ ഡിസൈഡ് ചെയ്യും. പക്ഷേ അറ്റ് ദ മൊമെന്റ് ആസ് ഓഫ് നൗ ഞാൻ എൻ്റെ വണ്ടി എടുത്തുകൊണ്ട് പോകുന്നില്ല. സോ ദാറ്റ്സ് വൺ മെയിൻ തിങ് ദാറ്റ് ഐ ഡോണ്ട് വോണ്ട് ടു ഡു ബട്ട് ഐ ഹാവ് ടു ഡു. പിന്നെ എൻ്റെ കുറേ ഞാൻ ഈ അപ്പാർട്ട്മെന്റിൽ കാണിച്ചു കൂട്ടിയ കുറേ അലങ്കോല പണികളൊക്കെ ഉണ്ട്. അതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചു കൂട്ടിയ കുറേ സാധനങ്ങൾ, കുറേ ഈ ചെടി, ആ മിറർ, പിന്നെ ഈ സോഫ, ഇതൊക്കെ എനിക്ക് കൊണ്ട് കളയാൻ പറ്റത്തില്ല. ബിക്കോസ് ഈ സോഫ എനിക്ക് പരിചയമുള്ളൊരു ചേട്ടനുണ്ട്. ചേട്ടൻ എനിക്ക് പണിയിപ്പിച്ച് തന്നതാണ്. ഞാൻ പുള്ളിയുടെ അടുത്ത് ഡിസൈൻ പറഞ്ഞ്, പുള്ളിയുടെ അടുത്ത് ഞാൻ ക്ലോത്തും കാര്യങ്ങളും കളറും എല്ലാം പറഞ്ഞിട്ട് ഒരു എൽ ഷേപ്പ് ആട്ടോ, എൽ ഷേപ്പ് ഒരു സോഫ ഞാൻ പണിയിപ്പിച്ചെടുത്തതാണ്. അപ്പൊ നമ്മൾ പൈസ മുടക്കിയ സാധനമായതുകൊണ്ട് ഇതേതായാലും എനിക്ക് ആർക്കും വിൽക്കാൻ താല്പര്യമില്ല. ബിക്കോസ് ഞാൻ ഒത്തിരി ഇഷ്ടപ്പെട്ട് പണിയിപ്പിച്ചതാണ്. അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട് ലൈക്ക് ദാറ്റ് ആം അറ്റാച്ച്ഡ്, ലൈക്ക് മെറ്റീരിയലിസ്റ്റിക് തിങ്സ് ഒക്കെ ആലോചിക്കുകയാണേലേ. പിന്നെ എൻ്റെ ക്രിസ്മസ് ട്രീ ഞാൻ കുറെ വാങ്ങിച്ചു കൂട്ടി, 1-2 വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട്. അത് വെച്ചിട്ട് പോകണം എവിടെയെങ്കിലും. ബട്ട് ദിസ് ഇസ് ദ ബിഗ്ഗസ്റ്റ് അപ്ഡേറ്റ്. ഞാൻ ലണ്ടനിൽ നിന്ന് ആൽബർട്ടയ്ക്ക് മൂവ് ചെയ്യാണ്. സോ ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. ഞാൻ എൻ്റെ പാക്കിങ്ങും മൂവിങ്ങും ലൈക്ക് എൻ്റെ ഫസ്റ്റ് ഡേ ഇൻ ആൽബർട്ട തൊട്ട് കംപ്ലീറ്റ്ലി ലൈക്ക് ഞാൻ എങ്ങനെ അക്കോമഡേഷൻ കണ്ടുപിടിച്ചു അത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കുറേ വീഡിയോസ് മിക്കവാറും പോസ്റ്റ് ചെയ്യും. ഐ നീഡ് സംതിങ് ടു കീപ് മീ എന്റർടൈൻഡ് ഓവർ ദെയർ, റൈറ്റ്? നല്ല ഡിസിഷനാണ് ഞാൻ എടുത്തത് എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ എനിവേസ് എല്ലാവരും എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ, ടേക്ക് കെയർ.